ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രിങ്കുമായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കാനും പറ്റും. വളരെ എളുപ്പമാണ്. എസൻസോ ഒന്നും വേണ്ട. കുറച്ച് പാലും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലേറ്റ് ആകാതെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ചൗരി വേണം കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കപ്പ് ചൗരി എടുത്തിട്ടുണ്ട്. ചൗരി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരുവിധം എല്ലാ ചെറിയ ഷോപ്പിലും കിട്ടുന്നതാണ്. വളരെ ചെറിയ എമൗണ്ടേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 1/2 കപ്പ് ചൗരിക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കണം. വേവിക്കാനാണെങ്കിലും ഒരുപാട് സമയമൊന്നും വേണ്ട. 5-6 മിനിറ്റ് കൊണ്ട് ചൗരി നന്നായിട്ട് വെന്തിട്ട് കിട്ടും. നമ്മൾ പായസത്തിലൊക്കെ ചേർക്കുന്നതാണ് കേട്ടോ. പക്ഷെ എല്ലാവർക്കും ഇത് അറിയുണ്ടാവില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ആ ഒരു വെള്ള കളർ മാറി നല്ല ഒരു കണ്ണാടി പോലെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. നമുക്കിതിൻ്റെ വെള്ളം ആവശ്യമില്ല, ചവരി മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഫുൾ ആ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതിലേക്ക് പിന്നെ തണുത്ത വെള്ളം കുറച്ച് ഒഴിക്കണം. നോർമൽ വെള്ളം അല്ലെങ്കിൽ ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ അരിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ വെള്ളം ഒഴിക്കണത് എന്തിനാന്ന് വെച്ചാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കാണ്ടിരിക്കാനാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഊറ്റിക്കളയാം. അഥവാ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് എടുത്ത് പെട്ടെന്ന് തന്നെ അരിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പിള്, അനാറ്, പിന്നെ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ ചവരിയും കൂടെ വേവിച്ചത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് വേണേലും എടുക്കാം. പിന്നെ ഈ പുളിയുള്ള ഫ്രൂട്ട്സ് മാക്സിമം ഒഴിവാക്കുക. കാരണം പുളി ഉള്ള ഫ്രൂട്ട്സ് ആകുമ്പോൾ നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര സിറപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തണുത്ത പാലാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ അലിയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പഞ്ചസാര ഒന്ന് അലിയിച്ചിട്ട് ചെറുതാക്കി ഒന്ന് ചൂടാക്കി അലിയിച്ചിട്ട് ചേർത്താൽ മതി. ഞാൻ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് പാലാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇത് ഞാൻ ഓൾറെഡി തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ ഇത് കുടിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. പക്ഷേ ടേസ്റ്റ് അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും വെറും പാലും ഇതും മാത്രമേ ഉള്ളൂ, എന്താ ഇത്ര ടേസ്റ്റ് എന്ന്. പക്ഷെ നമ്മൾ ചേർക്കുന്ന ആ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റൊക്കെ അതിലേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ വാനില എസൻസോ എന്തെങ്കിലും ഫ്ലേവറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. നോമ്പാവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.